പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡിലാണ്. അപ്പോൾ എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന റോഡ് ഒരു ബൈ റോഡാണ്. പൊങ്ങൻപാറയിൽ നിന്ന് നാരകത്തോടിനൊക്കെ പോകുന്നൊരു ബൈ റോഡാണ്. അപ്പോൾ ഇതിന്റെ പേര് വട്ടവേലിപ്പടി കപ്പേപ്പടി റോഡെന്നാണ്. അപ്പോൾ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് ചെയ്ത് നല്ല ഭംഗിയൊക്കെ ആക്കിയതാണ്. എന്നാലും ജലജീവൻ മിഷന്റെ പൈപ്പിന്റെ പണി വന്നപ്പോഴത്തേന് ഇത് വീണ്ടും വെട്ടിപ്പൊളിക്കുകയൊക്കെ ചെയ്ത്, എന്നാൽ ഇത് വീണ്ടും റീസ്റ്റോർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ആദ്യം റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 9ാം വാർഡിൽ വട്ടവേലിപ്പടി കപ്പേപ്പടി റോഡാണ്. ഇത് 2018 ജനകാസൂത്രണ പ്രകാരം ഇത് കോൺക്രീറ്റ് ചെയ്തായിരുന്നു. 2 ലക്ഷം രൂപ എന്ന ബഡ്ജറ്റായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഭാഗം കോൺക്രീറ്റ് വെട്ടിപ്പൊളിച്ചിട്ട് ജലജീവൻ മിഷൻ്റെ പൈപ്പ് ഇട്ടപ്പോഴത്തേന് ഇതിലെ ഒരു വാഹനങ്ങൾക്ക് പോലും നടന്നു പോകാൻ പോലും വരാത്ത വിധം പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ മുടക്കി വാർഡ് മെമ്പർ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാതിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. എങ്കിലും ആ സൈഡെല്ലാം നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ഭാഗം കൂടെ തീരാനുണ്ട്. എങ്കിലും അത്യാവശ്യം ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഗതാഗതയോഗ്യമാകും റോഡ്. ഇത് നാരകത്തോടിന് പോകുന്നൊരു ഷോർട്ട് കട്ടാണ്. ഇപ്പോൾ ഇവിടം വരെയാണ് പണി ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ബാക്കി കുറച്ച് ഭാഗം കൂടെ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു വീടിൻ്റെ മുറ്റത്താണ് ഇതിൻ്റെ പണി സാമഗ്രികളെല്ലാം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ റോഡിൽ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ വീതി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരവിടെ ചെയ്തിരിക്കുന്നത്. നല്ല കാര്യമാണ്. കോൺക്രീറ്റ് വർക്കിന് ആവശ്യമായ പണി സാമഗ്രികളെല്ലാം ഈ വീടിൻ്റെ മുറ്റത്താണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫലകമുണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ, നമുക്കും കൂടെ നോക്കാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2018-19 വട്ടവേലിപ്പടി കപ്പേപ്പടി റോഡ് കോൺക്രീറ്റ് വാർഡ് 9. 2 ലക്ഷം രൂപ ഇതിൻ്റെ എസ്റ്റിമേറ്റ് തുകയായിരുന്നു. ടാറിട്ട റോഡ് വെട്ടിപ്പൊളിക്കുന്നതിനെക്കാട്ടും കഷ്ടമാണ് കോൺക്രീറ്റ് റോഡ് വെട്ടിപ്പൊളിക്കുന്നത്. അത് പിന്നീട് ശരിയാക്കിയെടുക്കണമെങ്കിൽ ഇത് തന്നെ പോകാൻ വഴിയുള്ളൂ. അപ്പോൾ ജലജീവൻ മിഷൻ്റെ പണിയുമായി ബന്ധപ്പെട്ട വെട്ടിപ്പൊളിച്ച റോഡുകളെല്ലാം ഉടനെ ഇതുപോലെ റീസ്റ്റോർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്.